ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ നെവിനോട് ചോദിക്കേണ്ടത് പോലെ തന്നെ ചോദിച്ചോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ പല ആൾക്കാരും പറയുന്നുണ്ട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. പക്ഷേ അനുമോളോടും ലക്ഷ്മിയോടും ലാലേട്ടൻ എങ്ങനെയാണോ പ്രതികരിച്ചത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നെവിൻ്റെ അടുത്ത് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കേട്ടോ. അതായത് നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ള ഒരൊറ്റ ചോദ്യം അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോള് ഈ ഒരു സീസൺ തീരുന്ന വരെ പിന്നെ ശരിക്കും ഒരു മറുപടി കൊടുത്തിട്ടില്ല ലാലേട്ടൻ. അത്ര വിറച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മിയോട് അവർ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതിന് ശേഷം ലക്ഷ്മിക്കും ആകെ പ്രശ്നമായിരുന്നു. അതേപോലെ എന്തുകൊണ്ടാണ് നെവിനോട് ചോദിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ലാലേട്ടന് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അതിന് വേണ്ടി നിൽക്കുന്നത്. അതായത് നെവിൻ ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ അയാളുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു എപ്പിസോഡ് കൊണ്ടുവച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അയാളുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അക്ബറിനോടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആര്യനോടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റുള്ള മൂന്ന് പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ അതിനിടയിൽ കയറിയിട്ട് ഇവർ സംസാരിക്കുന്നു. അതിനും ലാലേട്ടന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ശരിയായൊരു രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നെവിനോട് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചോദിച്ച് കവർ ചെയ്ത് തന്നെയാണ് എപ്പിസോഡ് പോയിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടെ ലാലേട്ടൻ ഫയർ ആയിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ചിന്തിച്ച് കാണും. ഞാനും ചിന്തിച്ചു. കാരണം ഈ ഒരു വീക്കിൽ നെവിൻ കാണിച്ചിട്ടുള്ള തെണ്ടിത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തെണ്ടിത്തരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അനുമോളുടെ മേത്തേക്ക് അതുപോലെ കിടക്കയിലേക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. പല കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഭക്ഷണം കൊടുക്കാതെ പലരും വലയ്ക്കുന്നു. അതുപോലെ ഷാനവാസ് ഹോസ്പിറ്റലൈസ്ഡ് ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് നെവിനാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടോ അക്ബറിൻ്റെ ഇതുപോലെ തന്നെയാണ്. അക്ബറിൻ്റെ പല കാര്യം ഇപ്പോൾ നെവിനെയും ആര്യനെയും കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചെങ്കിലും അതായത് അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചിട്ട് ആര്യൻ ചിരിക്കുന്നത് കാണിച്ചു. പക്ഷെ അപ്പുറത്ത് നിന്നിട്ട് അക്ബർ ചിരിക്കുന്നുണ്ട്, അത് കാണിച്ചിട്ടില്ല. അതെന്താണ് കാണിക്കാത്തത്? പല കാര്യങ്ങളും അക്ബറിനോട് ചോദിക്കുന്നില്ല നേരിട്ടിട്ട്. അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് പറയുമ്പോൾ അത് അക്ബറിനോട് ചോദിച്ചു പോകുന്നതാണ്. അല്ലാതെ അക്ബറിനോട് എന്താ അക്ബർ ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യമില്ല. അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. വീക്കെൻഡ് എപ്പിസോഡ് ഒരു ആവറേജ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഫയറൊന്നും അല്ലായിരുന്നെങ്കിലും മോശമല്ലാത്ത ഒരു എപ്പിസോഡ്. കാരണം എനിക്ക് തോന്നിയത് ഒരുവിധം കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിട്ട് നെവിനോട് പലതവണ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇതിന്ന് നെവിന് ഞാനൊന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഞാനത് പുറത്താക്കി കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് രണ്ട് തവണ ഹിൻഡ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നെവിൻ്റെ കാര്യം നാളത്തേക്ക് നമുക്കറിയാം. കട്ട പുകയാവും, അതിനകത്ത് തന്നെ നിൽക്കുമോ എന്നൊന്നും അറിയില്ല.